വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചെത്തിയ പ്രവാസികൾക്കായി നമ്മുടെ സർക്കാർ ഒരുക്കുന്ന വലിയൊരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. വിദേശത്ത് നിന്ന് മടങ്ങി വന്ന പ്രവാസികൾക്ക് നാട്ടിൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഞാനിനി പറയുന്നത്. നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ പേര് നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺസ് എമിഗ്രൻസ് എന്നാണ്. ചുരുക്കത്തിൽ ഇതിനെ NDPRMEM എന്ന പദ്ധതി എന്ന് വിളിക്കുന്നു. നാട്ടിൽ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണം ഇതിലൂടെ ലഭിക്കുന്ന വായ്പയും സാമ്പത്തിക സഹായവുമാണ്. നാട്ടിൽ സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് 30 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിലുള്ള വിവിധ ബാങ്കുകൾ വഴിയാണ് ഈ തുക നൽകുന്നത്. കൃത്യമായി ബിസിനസ് പ്ലാൻ ഉള്ളവർക്ക് ബാങ്കുകൾ വളരെ എളുപ്പത്തിൽ ഈ തുക അനുവദിച്ചു നൽകും. പലർക്കും നാട്ടിൽ വന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുമ്പോൾ ഈ തുക വലിയൊരു തുണയായി മാറും. ഇനി ഇതിന്റെ സബ്സിഡിയെക്കുറിച്ച് സംസാരിക്കാം. ഈ പദ്ധതി വഴി വായ്പ എടുക്കുന്നവർക്ക് വലിയൊരു തുക സർക്കാർ തിരിച്ചടയ്ക്കേണ്ടതില്ല. പരമാവധി 15% വരെ മൂലധന സബ്സിഡി സർക്കാരിൽ നിന്ന് നേരിട്ട് ലഭിക്കും. അതായത് നിങ്ങൾ വാങ്ങുന്ന വായ്പാ തുകയുടെ വലിയൊരു ഭാഗം സർക്കാർ തന്നെ അടച്ചു തീർക്കും. ഇതിനു പുറമെ ആദ്യത്തെ 4 വർഷത്തേക്ക് പലിശയിൽ 3% ഇളവും ലഭിക്കും. ബാങ്കിൽ കൃത്യമായി തിരിച്ചടവ് നടത്തുന്നവർക്കാണ് ഈ പലിശ ഇളവ് ലഭിക്കുക എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ എല്ലാവരും തയ്യാറാകണം. ആരൊക്കെയാണ് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ യോഗ്യരെന്ന് ഇനി പറയാം. കുറഞ്ഞത് 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തവർ ആയിരിക്കണം. ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ പ്രവാസം അവസാനിപ്പിച്ചോ നാട്ടിൽ സ്ഥിരതാമസമാക്കിയവർക്കും അപേക്ഷിക്കാം. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തി വർഷങ്ങൾ കഴിഞ്ഞവർക്കും ഇതിലൂടെ അപേക്ഷിക്കാൻ അവസരമുണ്ട്. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള ഏതൊരു പ്രവാസിക്കും ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ്സുകൾക്കാണ് ഈ വായ്പ ലഭിക്കുക എന്നിനി പറയാം. കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങാൻ ഈ തുക ഉപയോഗിക്കാം. ആട് വളർത്തൽ, കോഴി വളർത്തൽ, പശു വളർത്തൽ എന്നിവയ്ക്ക് വായ്പ കിട്ടും. ചെറിയ കടകൾ, ഹോട്ടലുകൾ, ടെക്സ്റ്റൈൽസ് എന്നിവ ആരംഭിക്കാനും തുക ലഭിക്കും. നിർമ്മാണ മേഖലയിലുള്ള ചെറുകിട വ്യവസായങ്ങൾക്കും ഡ്രൈവിംഗ് സ്കൂൾ പോലുള്ള സർവീസ് മേഖലകൾക്കും വായ്പ അനുവദിക്കും. അതുകൊണ്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ബിസിനസ് തിരഞ്ഞെടുക്കാം. അപേക്ഷിക്കാൻ ആവശ്യമായ പ്രധാന രേഖകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. നിങ്ങളുടെ പാസ്പോർട്ടിന്റെ മുൻപിലെ പിൻപിലെയും പേജുകളുടെ പകർപ്പ് വേണം. വിദേശത്ത് ജോലി ചെയ്തിരുന്നു എന്ന് തെളിയിക്കുന്ന വിസ പേജിന്റെ പകർപ്പും ആവശ്യമാണ്. നാട്ടിലെ വിലാസം തെളിയിക്കുന്നതിനായി റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഉപയോഗിക്കാം. നിങ്ങളുടെ ഫോട്ടോയും ഒപ്പം അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. ഇതുകൂടാതെ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസിന്റെ ചെറിയൊരു പ്രൊജക്ട് പ്ലാൻ കൂടി തയ്യാറാക്കണം. ഈ പദ്ധതി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ഇനി പറയാം. നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിൽ കയറി NDPREM എന്ന ലിങ്ക് തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളും ഫോൺ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം മുകളിൽ പറഞ്ഞ രേഖകളെല്ലാം കൃത്യമായി അപ്ലോഡ് ചെയ്യുക. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നോർക്ക ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ച് ബാങ്കുകളിലേക്ക് ശുപാർശ ചെയ്യും. പലരും വരുന്ന ചില പ്രധാന തെറ്റുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ശരിയായ രീതിയിൽ പ്രൊജക്ട് പ്ലാൻ തയ്യാറാക്കാതെ അപേക്ഷിക്കുന്നത് വായ്പ നിരസിക്കാൻ കാരണമാകും. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് എത്ര വരുമാനം ലഭിക്കുമെന്നതിന്റെ കൃത്യമായ കണക്കുണ്ടായിരിക്കണം. വ്യാജരേഖകൾ സമർപ്പിച്ച് വായ്പ എടുക്കാൻ ശ്രമിക്കരുത്. ബാങ്കിൽ നിന്ന് തുക ലഭിച്ചതിന് ശേഷം അത് ബിസിനസ് അല്ലാത്ത മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ സബ്സിഡി തുക റദ്ദാക്കപ്പെടും. 2026 വർഷത്തെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് മുൻഗണനാ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട്. നോർക്കയുടെ അപേക്ഷാ ഫീസുകളിലും ഓൺലൈൻ പോർട്ടലിലും മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. കൃത്യമായ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും നോർക്കയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മാത്രം പരിശോധിക്കുക. തെറ്റായ വെബ്സൈറ്റുകളിൽ ചെന്ന് ചതിയിൽപ്പെടരുത്. ഒരു പ്രധാന സുരക്ഷാ മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. നോർക്ക വായ്പ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വരുന്ന ഏജന്റുമാരെ വിശ്വസിക്കരുത്. അവർക്ക് പണമോ നിങ്ങളുടെ കയ്യിലുള്ള OTP നമ്പറോ കൈമാറരുത്. നോർക്കയുടെ എല്ലാ സേവനങ്ങളും പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥരോ നോർക്ക ജീവനക്കാരോ ഫോണിലൂടെ നിങ്ങളുടെ രഹസ്യ വിവരങ്ങൾ ചോദിക്കില്ല. അനാവശ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് പണം നഷ്ടപ്പെടുത്തരുത്. നാട്ടിൽ വന്ന് പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഈ പദ്ധതി വലിയൊരു കൈത്താങ്ങാണ്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അനാവശ്യ പേടി ഒഴിവാക്കി കൃത്യമായ പ്ലാനോടെ മുന്നോട്ട് പോയാൽ വിജയകരമായി തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം.